കുറച്ച് ദിവസങ്ങളായി തന്നെ ആര്യൻ പല പ്രശ്നങ്ങളും നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് സൃഷ്ടിക്കുന്നുണ്ട്. ബിഗ് ബോസിനെ പോലും അനുസരിക്കാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ആര്യൻ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇതാ ബിഗ് ബോസ് ആര്യനെതിരെ നടപടികൾ എടുക്കാനും തയ്യാറായിട്ടുണ്ട്. ലാലേട്ടനെ വരെ അപമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ആര്യൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിലും ഇന്നത്തെ ലൈവിലുമൊക്കെയായി ലാലേട്ടനെ വെല്ലുവിളിച്ചുകൊണ്ട് പല സംഭാഷണങ്ങളും ആര്യൻ നടത്തിയിരുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഇപ്പോൾ ഇത് ആര്യനെതിരെ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ചു നേരം മുൻപാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയത്. സ്വച്ഛാധിപതികളായ രണ്ടുപേര് നിവിനും ജിസയിലുമാണല്ലോ. ഇവർക്കുള്ള രണ്ടാമത്തെ അധികാരം ബിഗ് ബോസ് നൽകാൻ പോവുകയാണ്. ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ നിലവിൽ 3 പേരുടെ കയ്യിലാണ് ബാൻഡ് ഉള്ളത്. ഒരു ബാൻഡ് ലാലേട്ടൻ പിടിച്ചെടുത്തു. ലാലേട്ടൻ പിടിച്ചെടുത്ത ബാൻഡ് ആര്യന്റേതായിരുന്നു. പിന്നീട് 2 ബാൻഡുണ്ട്. അതിലൊന്ന് നമ്മുടെ അഭിലാഷിന്റെ കയ്യിലും മറ്റൊന്ന് ഷാനവാസിന്റെ കൈവശവുമാണ്. അഭിലാഷിന്റെ ബാൻഡ് സ്വച്ഛാധിപതിയെ ഏൽപ്പിച്ചു. ഷാനവാസിന്റെ ബാൻഡ് കാണാനില്ല എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. എന്നാൽ ഷാനവാസിന്റെ ബാൻഡ് കാണാതെ പോയത് ഷാനവാസിനേക്കാൾ മുൻപ് തന്നെ അനുമോൾ അറിഞ്ഞിരുന്നു. അത് അനു എങ്ങനെ അറിഞ്ഞു എന്ന് വെച്ചാൽ ആര്യനാണ് അനുവിനോട് അക്കാര്യം പറഞ്ഞത്. അതായത് നമ്മുടെ ഷാനവാസിന്റെ ബാൻഡ് അടിച്ചു മാറ്റിയത് മറ്റാരുമല്ല, ആര്യൻ തന്നെയായിരുന്നു. നീ ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അനുവിനോട് താനാണ് ആ ബാൻഡ് അടിച്ചു മാറ്റിയത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത്. അനുമോൾ പറഞ്ഞിട്ടാണ് ഷാനവാസ് പോലും തന്നെ ബാൻഡ് പോയ കാര്യം അറിയുന്നത്. ബിന്നിയും എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, ആര്യൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഷാനവാസിന്റെ ബാൻഡ് എടുത്തിട്ടുണ്ടെന്ന്. താൻ തമാശയാണെന്നാണ് കരുതിയത് എന്നാണ് ബിന്നി ആ സമയത്ത് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഇത് ആര്യനോട് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്റെ കയ്യിൽ ഇല്ല എന്നാണ് ആര്യൻ പറയുന്നത്. അതേസമയം ബിഗ് ബോസിനെ വരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നിവിൻ അടിച്ചു മാറ്റാമെന്നുണ്ടെങ്കിൽ എനിക്കും അടിച്ചു മാറ്റാൻ. നിവിൻ എന്റെ ബാഡ്ജ് അടിച്ചു മാറ്റി. അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഞാനൊരു ബാൻഡ് അടിച്ചു മാറ്റിയപ്പോൾ എല്ലാവർക്കും പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ അതില്ല എന്നേ ഞാൻ പറയൂ എന്നാണ് ആര്യൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ബാൻഡിനെ കുറിച്ച് എന്നോട് ആരും സംസാരിക്കണ്ട എന്നും, ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ശ്രീ മോഹൻലാൽ വരട്ടെ, അദ്ദേഹം വീഡിയോയിലൂടെ കാണിക്കട്ടെ, അപ്പോൾ ഞാൻ പറയാമെന്നാണ്. ആര്യന്റെ ഈ സംസാരം കേട്ട് ബിഗ് ബോസിന് മനസ്സിലായി ആര്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ഇതോടെ കട്ടക്കലപ്പിലാണ് നമ്മുടെ ബിഗ് ബോസും. ഉടൻ തന്നെ ബിഗ് ബോസ് ആര്യനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ 3 പേരും വസ്ത്രങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണമെന്നും ബിഗ് ബോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന സമയത്തും ആര്യൻ വളരെയധികം റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലായിരുന്നു സംസാരിച്ചത്. ഉറങ്ങുമ്പോൾ പോലും ഇത് ഞാൻ തലയിൽ വെക്കണോ എന്ന സംസാര രീതിയായിരുന്നു ആ സമയത്ത് ആര്യൻ ചോദിച്ചത്. അത് ലാലേട്ടനും ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ആര്യന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊക്കെ തന്നെയും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെതിരെ എന്തായാലും നമ്മുടെ ബിഗ് ബോസ് നിയമ നടപടികൾ സ്വീകരിക്കും. എന്തായിരിക്കും ബിഗ് ബോസ് നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും കണ്ടു തന്നെ അറിയാം.